പാഠം 1050. ഒരു മഹാന്റെ കഥ. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ പഠിച്ച് കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന പണം കൊണ്ട് കുടുംബം പോറ്റിയ ചെറുപ്പക്കാരൻ ഇന്ന് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ്. കോഴിക്കോട് സ്വദേശി ചന്ദ്രകുമാറാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ പടവെട്ടി ഇന്ന് നാട്ടിലെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരാളായി മാറിയിരിക്കുന്നത്. പുതിയ തലമുറ കണ്ടുപഠിക്കേണ്ട മാതൃകയാണ് ചന്ദ്രകുമാറിൻ്റെതെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നു. ബാമേ, നീ വാർത്ത കണ്ടോ? ഒരു ചന്ദ്രകുമാറിനെ പറ്റിയാണ്. ചെറുപ്പത്തിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. നാട്ടുകാർ പിരിവെടുത്ത് കൊടുത്ത പൈസ കൊണ്ടാണ് സ്കൂളിലൊക്കെ പഠിച്ചത്. അത് കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു പഠിത്തം. കൂട്ടത്തിൽ അമ്മയെയും അനിയനെയും നോക്കുകയും വേണം. പക്ഷേ ചന്ദ്രകുമാറിന്റെ കഠിനാധ്വാനം കൊണ്ട് അയാൾ ഇന്ന് വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഉടമയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ എത്ര പേരുണ്ട് മോനോട്ട് അവിടെ? ഉണ്ട്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? കഠിനാധ്വാനം മാത്രമാണ് ജീവിത വിജയത്തിന് ഉപകരിക്കുന്നത് എന്ന്. ഞാൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഓഫീസിൽ പോവുകയും ലീവ് എടുക്കാതിരിക്കുകയും വൈകിട്ട് ഇവിടെ വന്നിരുന്ന് പോലും ജോലി ചെയ്യുമ്പോ നീ പറയാറുള്ളത് എന്താണ്? എന്തിനാ മോഹനേട്ടാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന്. ശരിയല്ലേ? കഷ്ടപ്പാടിന്റെ ഗുണങ്ങൾ നീ കാണുന്നില്ലേ? അയാളൊരു ബിസിനസ്സുകാരനല്ലേ? അതെ. കൂടുതൽ കഷ്ടപ്പെടുമ്പോ കൂടുതൽ ലാഭം കിട്ടും. മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസറാണ്. കൂടുതൽ കഷ്ടപ്പെട്ടാലും കുറഞ്ഞു കഷ്ടപ്പെട്ടാലും മാസം കിട്ടുന്നത് 25,000 രൂപയാണ്. ശരിയല്ലേ? അതോ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് സർക്കാർ കൂടുതൽ ശമ്പളം തരൂ? അങ്ങനെ ആയിരുന്നെങ്കിലും നമ്മുടെ നാട്ടിലുള്ള വില്ലേജ് ഓഫീസർമാരൊക്കെ കുത്തിയിരുന്ന് സർട്ടിഫിക്കറ്റ് എഴുതി, അതെ സർട്ടിഫിക്കറ്റ് എഴുതിട്ടോ കൊണ്ടുക്കോ എന്ന് പറഞ്ഞ് വിളിച്ചു കൊടുക്കും. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ. ഇപ്പോ നീ പറഞ്ഞിട്ട് പോകുന്നത് വിവരക്കേടാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാർ ശമ്പളം നൽകുന്നത് ജോലി സമയം മുഴുവനും കഠിനമായി ജോലി ചെയ്യാൻ തന്നെയാണ്. അല്ലാതെ ഇത്ര ജോലിക്ക് ഇത്ര ശമ്പളം എന്നല്ല സർക്കാർ കണക്ക്. സമ്മതിച്ചു. അപ്പൊ പിന്നെ മോഹനേട്ടനും പത്രത്തിൽ കണ്ട ഈ ചന്ദ്രകുമാറിനെ പോലെ അല്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചന്ദ്രകുമാർ ചെയ്ത അധ്വാനത്തിനനുസരിച്ച് അയാൾക്ക് ലാഭം കിട്ടി. അയാൾ വലിയ സമ്പന്നനുമായി. മോഹനേട്ടൻ പക്ഷെ എത്ര ജോലി ചെയ്താലും മാസ ശമ്പളം മാത്രമല്ലേ കിട്ടുള്ളൂ. എന്താ ഇവിടെയാണ് നിന്റെ തെറ്റ്. ഞാൻ ഇപ്പോ ഒരു വില്ലേജ് ഓഫീസറാണ് എന്നുള്ള സത്യമാണ്. എന്റെ ശമ്പളം 25,000 രൂപയുമാണ്. പക്ഷേ ഞാൻ കഠിനാധ്വാനം ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? എന്റെ സർവീസ് രേഖകളിൽ അതുണ്ടാകും. മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ മുൻപ് എനിക്ക് പ്രൊമോഷനും ഉണ്ടാവും. ഞാൻ ഡെപ്യൂട്ടി തഹസിൽദാരാവും. അപ്പോ എന്റെ ശമ്പളം കൂടും, അധികാരം വർദ്ധിക്കും അല്ലേ? ഞാൻ പിന്നെയും പിന്നെയും കഠിനാധ്വാനം ചെയ്യും. എന്റെ സർവീസ് രേഖകളിൽ പിന്നെയും നല്ലത് മാത്രം വരും. അപ്പോ പിന്നെയും പ്രൊമോഷൻ. ഞാൻ ഡെപ്യൂട്ടി കളക്ടറാകും, ജില്ലാ കളക്ടറാകും. അപ്പോ എന്റെ ശമ്പളം പിന്നെയും കൂടും. കഠിനാധ്വാനത്തിലൂടെ വിജയിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായോ? മനസ്സിലായി. ശരി. പക്ഷേ ഈ കളക്ടറായി കഴിഞ്ഞപ്പോ മോഹനേട്ടൻ എന്തിനാ നിർത്തി കളയാൻ മാത്രം മനസ്സിലായില്ല. അത് കഴിഞ്ഞ റവന്യൂ സെക്രട്ടറി ആയിക്കൂടെ? ചീഫ് സെക്രട്ടറി ആവാം. അയ്യോ, അപ്പൊ എത്ര രൂപയായിരിക്കും ശമ്പളം? എന്തായാലും സ്വപ്നം കാണുകയല്ലേ മോനേട്ടാ. വെറുതെ കളക്ടറായിട്ട് മാത്രം നിർത്തല്ലേ. കുറഞ്ഞ പക്ഷം ചീഫ് സെക്രട്ടറി എങ്കിലും ആവണം. മനോരാജ്യത്തിൽ എന്തിന് അർദ്ധരാജ്യം എന്നല്ലേ പ്രമാണം? ഞാൻ സ്വപ്നം കണ്ടതല്ല, നടക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞതാ. എന്നെ പോലെ കഠിനാധ്വാനിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വെറുതെ സ്വപ്നം കാണേണ്ട ഒരു കാര്യവുമില്ല. ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ വെച്ചടി കയറ്റമായിരിക്കും. ശരി, നടക്കട്ടെ.
കഠിനാധ്വാനത്തിലൂടെ ഉയരങ്ങളിലെത്തിയ മനുഷ്യരെ പറ്റി നിനക്ക് അറിയാഞ്ഞിട്ട. നീ എബ്രഹാം ലിങ്കൺ എന്ന് കേട്ടിട്ടുണ്ടോ? തീർത്തും ദരിദ്രമായ ഒരു കുടുംബത്തിൽ ജനിച്ച് കഠിന പ്രയത്നത്തിലൂടെ അമേരിക്കൻ പ്രസിഡന്റായ ആളാണ് എബ്രഹാം ലിങ്കൺ. വീട്ടിൽ വിളക്കും വെളിച്ചവും ഇല്ലാത്തത് കൊണ്ട് തെരുവ് വിളക്കിന്റെ സഹായത്തോടെയാണ് ലിങ്കൺ പഠിച്ചത്. അന്നത്തെ ആ കഷ്ടപ്പാടിനൊക്കെ അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടി. ചരിത്രത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഒരാളാണ് എബ്രഹാം ലിങ്കൺ. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. നീ തോമസ് ആൽവ എഡിസൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പഠിക്കാനുള്ള ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹത്തിന്റെ അമ്മ വീട്ടിലിരുത്തി പഠിപ്പിച്ചതാണ് അദ്ദേഹത്തെ. പക്ഷേ എഡിസൺ പിന്നെ ആരായി? ഡൽഹി സുൽത്താൻമാരായിരുന്ന കുത്ബുദ്ദീൻ ഐബക്കും അലാവുദ്ദീൻ ഖിൽജിയുമൊക്കെ വീട്ടുവേലക്കാരും അടിമകളുമായിരുന്നു. കഠിനാധ്വാനം കൊണ്ട് വളർന്നാണ് പിന്നീട് സുൽത്താൻമാരായത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് മോഹനേട്ടാ. ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ എന്നോട് പറയുന്നത്? അധ്വാനമാണ് എല്ലാ വിജയങ്ങളുടെയും രഹസ്യം. എന്നെ പോലെ അധ്വാനിയായ ഒരു ഭർത്താവ് ഉണ്ടായിട്ടും നിനക്ക് അതേക്കുറിച്ച് ഒരു അഭിമാനവും ഇല്ല എന്നുള്ളത് നിന്റെ മനസ്സിന്റെ അസൂയ കൊണ്ടാണ്. എനിക്ക് അസൂയോ? എന്താ ആവശ്യം? ഈ നാട്ടുകാർ മുഴുവൻ കെ മോഹനകൃഷ്ണൻ സാറിനെ പറ്റി പുകഴ്ത്തി പറയുമ്പോ നീ മാത്രമാണ് എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഞാൻ എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും അതിനകത്തൊരു ദോഷം കണ്ടുപിടിച്ച് എന്നെ കളിയാക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ രീതി. ഞാൻ മനഃപൂർവ്വം കളിയാക്കാറുമില്ല, ദോഷം കണ്ടുപിടിക്കാറുമില്ല. നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറയും, ദോഷമാണെങ്കിൽ ദോഷം എന്ന് പറയും, അത്രേ ഉള്ളൂ. പോയി ആ ഫോണൊന്ന് എടുക്കാമോ? ഞാൻ ഈ ഷർട്ട് കൊണ്ടൊന്ന് തേച്ചോട്ടെ. പിടിച്ചില്ല. ഹലോ, മോഹനകൃഷ്ണനല്ലേ? അതെ മോഹനകൃഷ്ണ, ഞാൻ വിശ്വംഭരനാണ്, RD ഓഫീസിലെ. നമസ്കാരം സാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വലിയ വിശേഷമൊന്നുമില്ല. എന്റെ ഒരു ബന്ധുവിന്റെ വീട് വരെ വന്നതാ. പുള്ളിക്കാരെ സുഖമില്ല, കിടപ്പില്ല. തന്റെ വീടിനടുത്താ. ഞാൻ അതുവഴി വന്നാ താൻ അവിടെ ഉണ്ടാവോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എപ്പോഴാണ് സാർ? ഇപ്പോ ഉണ്ടാവും. ഞാൻ കൃത്യം 9:38 ഇവിടുന്ന് പുറപ്പെടാറുള്ളത്. ശരി, അപ്പൊ ഞാൻ അതുവഴി വരാം. കണ്ടിട്ട് കുറച്ച് നാളായില്ലേ? അതെ, വലിയ സന്തോഷം. പിന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടാ വരുന്നത്. അതുകൊണ്ട് കഴിക്കാനൊന്നും ഉണ്ടാക്കണ്ടെന്ന് സത്യഭാമയുടെ പ്രത്യേകം പറയണം. പറയാം സാർ. അപ്പൊ ശരി, ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ എത്താം. ശരി സാർ. എന്താ? ആദ്യം ഓഫീസിലെ വിശ്വംഭര സാറെ വിളിച്ചത്. എന്താണ്? സാറ് ഒരു 15 മിനിറ്റിൽ ഇവിടേക്ക് വരും. അയ്യോ, കഴിക്കാനൊന്നും വേണ്ട എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ബുദ്ധിപരമായ തീരുമാനമായിപ്പോയി. മനസ്സിലായില്ല. നിനക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ആരെങ്കിലും സാറിനോട് പറഞ്ഞിട്ടുണ്ടാവും. അവേ, വിശ്വംഭരൻ സാറിന് എന്നെ പറ്റി എന്ത് നല്ല അഭിപ്രായമാണെന്ന് നിനക്കറിയാമോ? കാണുന്നവരോടൊക്കെ പറയും, ഓ കെ മോഹനകൃഷ്ണനെ കണ്ടു പഠിക്കണം എന്നൊക്കെ. റവന്യൂ വകുപ്പിൽ എന്നെ പോലെ മിടുക്കനായ വേറെ ഒരു ഉദ്യോഗസ്ഥനും ഇല്ല എന്ന് സാറ് എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അത് വിശംഭരൻ സാറിന് മോഹനനെ കുറിച്ച് ശരിക്കും അറിയാത്തോണ്ട്. ആഫീസ് കാര്യങ്ങൾ മാത്രമല്ലേ വിശംഭരൻ സാറിന് അറിയുള്ളൂ. ഇവിടെ എന്നോട് പെരുമാറുന്ന രീതി വല്ലതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ വിശംഭരൻ സാറിന്റെ അഭിപ്രായം മൊത്തം മാറിപ്പോവും. പിന്നെ മോഹനട്ടനെ വഴി വെച്ച് കണ്ടാ പോലും മിണ്ടാൻ വേണ്ട. സാറിനെ കൂടെ തന്നെ ഞാൻ പറയിപ്പിക്കാം. മോഹനട്ടന്റെ വീട്ടിലെ രീതികൾ ഇന്ന് എന്തായാലും സാറിനോട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അതോടെ തീരുമല്ലേ വില്യാപ്പസയുടെ അഹങ്കാരം. ഇന്ന് ശേഖർ ഭാര്യയെ വേലക്കാരിയെ പോലെ കാണുന്ന ഒരു 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 ഭീകരനാണ് മോഹനട്ടനെന്ന് വിശംഭരൻ സാറിന് എടുത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബാക്കിയെല്ലാം അത് കഴിഞ്ഞ്.
ഭാമേ, എന്താ? വിശ്വമൻ സാറിന് എന്നോടുള്ള സ്നേഹവും ബഹുമാനവും നീ കാരണെങ്ങാനും കുറഞ്ഞ നീ വിവരം അറിയും. കണ്ട, സ്വന്തം ഭാര്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്ന ഒരു ഭർത്താവ്. ഈ ഭർത്താവാണോ ലോകത്തിലെ ഏറ്റവും യോഗ്യനായ ആളാണെന്ന് വിശ്വമൻ സാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഭാര്യയും ഭർത്താവ് സംസാരിക്കുമ്പോ പലതും പറഞ്ഞു തരും. അതൊക്കെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. വിശ്വംഭരൻ സാർ വരുമ്പോ എന്നെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ കണ്ടോ കണ്ടോ കണ്ടോ, പിന്നെയും ഭീഷണി. ഇതാണ് ഞാൻ പറയുന്നത്, മോഹനേട്ടന് പ്രായോഗിക ബുദ്ധി തീരെയില്ല. ആ, ഇങ്ങനെ വരട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വാശി കൂടുതലേ ഉള്ളു പോനട്ടാ. വിശ്വംഭരൻ സാർ വരുമ്പോ ഞാൻ പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്യും. മോഹനേട്ടാ, ഇവിടെ ആവശ്യക്കാരൻ ആരാ? മോഹനേട്ടനാണ്. കാരണം എന്താ? ഞാൻ ഈ ഉള്ള സത്യമെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെടാൻ പോകുന്നത് ആരാ? മോഹനേട്ടനാണ്. അതുകൊണ്ട് ബുദ്ധിപൂർവം പെരുമാറണം. മോഹനേട്ടൻ എന്നോട് വളരെ മാന്യമായിട്ട് പെരുമാറിയാലേ തൽക്കാലത്തേക്ക് മോഹനേട്ടൻ രക്ഷപ്പെടാൻ പറ്റൂ എന്ന്. ഭാമി, വിശ്വംഭര സാറ് വരുമ്പോ നീ മോശമായിട്ടൊന്നും പറയരുത്, ഒരു മോനും പോവും. അതുകൊണ്ട് ദയവായി എന്നെ പറ്റി നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയണം. അപ്പൊ ഞാനൊന്ന് ആലോചിക്കും ഇതിനെ കുറിച്ച്. ആഹാ, അതെ, ഈ വാശിയില് ഞാനൊട്ട് മോശമല്ലാന്ന് മോഹൻ അറിയാലോ. ഇപ്പൊ എന്നോട് മത്സരിക്കാൻ നിന്നാൽ മോഹനേട്ടന്റെ കാര്യം പോക്കാ സാറേ. ആഹാ, തുത്തമൻ വിളിക്കുന്നു. ഞാൻ പറഞ്ഞതിനെ പറ്റി ഉത്തമനെടുത്തൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്ക്. കാര്യങ്ങൾ അപ്പൊ നമുക്കറിയാലോ. പോയാട്ടെ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം സാറേ, നമ്മുടെ ബഷീറിനെ ഞാൻ രാവിലെ കണ്ടേ. അവൻ ഇന്ന് വില്ലേജ് ഓഫീസിലോട്ട് വരട്ടാന്ന് ചോദിച്ചു. ഇത് വരികയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി. രാവിലെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. താലൂക്ക് ഓഫീസിലേക്ക് അയക്കാനുള്ള കുറച്ച് റിപ്പോർട്ട് എഴുതി തയ്യാറാക്കാനുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ താലൂക്ക് ഓഫീസിൽ എത്തിക്കാമെന്ന് ഞാൻ തഹസിൽദാരോട് പറയുകയും ചെയ്തു. അപ്പൊ ഞാനേ സാറേ ഉച്ച കഴിഞ്ഞ് വരാൻ പറയാം കേട്ടാ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന ബഷീറിന്റെ കാര്യം. നല്ലതാ ഉത്തമ. മോഹനേട്ടനെ പറ്റി ഈ നാട്ടിൽ നല്ലത് പറയുന്ന ആകെ ഒരാള് ഉത്തമ മാത്രമാണല്ലോ. ഉത്തമൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് വളരെ നല്ലതാ. മോഹനേട്ടൻ അതൊരു ആശ്വാസമായിരിക്കും. അത് അങ്ങനെ പറയല്ലേ വക്കീലെ. ഞാൻ മാത്രമൊന്നുമല്ല, നാട്ടുകാർക്ക് മുഴുവനും മോഹനേട്ടൻ സാറിനെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ്. അതിൽ ഒരാളുടെ അഭിപ്രായം ഇന്നത്തോടെ തീരും. അതാരുടെ? സാറിനോട് തന്നെ ചോദിച്ചാ മതി, പറയും. അത് സാറേ അങ്ങനെ പറഞ്ഞിട്ട് പോയ ആദ്യം ഓഫീസിലെ വിശ്വംഭരൻ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. സാറ് വരുമ്പോൾ എന്നെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കുമെന്നാണ് അവള് പറയുന്നത്. വക്കീല് പറയുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കും. വക്കീല് പറയുമെന്ന് പറഞ്ഞാൽ പറയൂന്ന്. വക്കീല് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വംഭര സാർ അതേപടി വിശ്വസിക്കുകയും ചെയ്യും. അതിന് സാറേ വക്കീൽ ഇപ്പൊ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അവർക്ക് നല്ല അടിയുടെ കുറവാ. വിശ്വംഭരൻ സാർ തിരിച്ചു പോകുന്നത് വരെ ഞാനൊന്ന് ക്ഷമിക്കും. അത് കഴിഞ്ഞ് ഞാൻ അവളെ അതിനെന്താ സാർ, ഒരു കുഴപ്പമില്ല. ഏറെ വന്ന ഒരു 3 ദിവസം. ഞാൻ മോഹനേട്ടനോട് പറഞ്ഞോളാം. അതും എനിക്കറിഞ്ഞൂടെ സാർ. ശരി സാർ. സദാനന്ദ സാറായിരുന്നു മോഹനേട്ടാ. മോഹനേട്ടനോട് ഒരു കാര്യം പറയാനാ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ മോഹനേട്ടനോട് പറഞ്ഞോളാന്ന്. അത് ഈ സാറിന് UP സ്കൂളിന്റെ അടുത്ത് ഒരു 30 സെന്റ് സ്ഥലമില്ലേ, അവിടെ എന്തൊരു കെട്ടിടം പണിയാൻ സാറിന് ഒരു പ്ലാനുണ്ട്. ആ ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് സാറിനൊന്ന് വേണോന്ന്. സാറിന് തിരക്കായത് കൊണ്ട് ആരുടെയും കയ്യിൽ കൊടുത്തുവിടാന്ന് സാറ് പറഞ്ഞത്. ഇന്ന് രാവിലെ അപേക്ഷ കൊണ്ടുവരും. ഈ ആഴ്ച തന്നെ സർട്ടിഫിക്കറ്റ് വേണോന്ന് സാറ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്തിന് ഒരാഴ്ച, 2 ദിവസം കൊണ്ട് എന്റെ മോനോട് ശരിയാക്കി തരുമല്ലോ എന്ന്. സദാനന്ദ സാറിന്റെ ഒരു സഹായം വേണ്ടി വന്നാൽ മോഹനേട്ടൻ അത് വെച്ച് താമസിപ്പിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടെ? നിന്റെ അത്തരം അറിവുകളൊക്കെ തെറ്റാണ്. സദാനന്ദ വക്കീലിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം അടുത്ത കാലത്ത് നടക്കാൻ സാധ്യതയേയില്ല. അയ്യോ, എന്നാച്ചാ? വില്ലേജ് ഓഫീസറാണല്ലോ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ K. മോഹനേഷ് സാറാണല്ലോ. അതെ, K. മോഹനേഷ് സാർ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല.
സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രമല്ല കൊടുക്കാതിരിക്കാനും വില്ലേജ് ഓഫീസർക്ക് പറ്റും. സദാനന്ദ സാറിന്റെ ഒരു കാര്യം മോഹനേട്ടൻ സമയത്ത് നടത്തി കൊടുത്തില്ല എങ്കിൽ എന്റെ മാനം പോവും. അതെന്റെ പ്രശ്നമല്ലല്ലോ. ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. എന്റെ മുന്നിൽ വരുന്ന അപേക്ഷകളിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതെവിടുത്തെ ന്യായം മോനോട്ടോ? സദാനന്ദ സാറിന്റെ അപേക്ഷ കൃത്യമാണെങ്കിൽ എന്ത് ന്യായം പറഞ്ഞു മോനോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റും? കളിക്കുന്നത് സദാനന്ദ സാറിനോടാ, അത് ഓർമ്മ ഉണ്ടായിക്കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്കീലും. മോഹനേട്ടനെതിരെ സദാനന്ദ സാർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ ജോലി തന്നെ പോകുന്നു. ഭീഷണി ആമേ. കാല് പിടിച്ച് അപേക്ഷിക്കേണ്ട നേരത്ത് ഭീഷണിപ്പെടുത്തുന്നത് നല്ലതിനല്ല. സദാനന്ദ വക്കീൽ എനിക്കെതിരെ എന്തു പറഞ്ഞ് കേസ് കൊടുക്കും? വക്കീൽ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് ഒരു അപേക്ഷ തരുന്നു. അത് പരിശോധിക്കാൻ 1 or 2 ആഴ്ച എടുത്തു. എല്ലാ വില്ലേജ് ഓഫീസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് കഴിയുമ്പോ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ എന്താണ് പാട്? ഒരു വില്ലേജ് ഓഫീസർ വിചാരിച്ചാൽ ഏത് അപേക്ഷയിലും ഒരു കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്ത് പറഞ്ഞ് സാധാരണ വക്കീൽ കേസ് കൊടുക്കും? ഇക്കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കല്ലേ. സാറിന് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് വക്കീൽ ഓഫീസിലേക്ക് ചെല്ലാൻ പറ്റില്ല. നീ വക്കീൽ ഓഫീസിലും കോടതിയിലൊക്കെ പോണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. മോഹനേട്ടാ, ഇത് മോശമാണ്. കഴിഞ്ഞ മാസം ശിശുപാലൻ ചേട്ടന്റെ ഒരു കേസിന്റെ കാര്യം വന്നപ്പോ മോഹനേട്ടനോടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ അപ്പൊ തന്നെ സഹായിച്ചില്ലേ? മോഹനേട്ടന്റെ ഓഫീസിലുള്ളവരെ ഞാൻ സഹായിക്കുമ്പോ എന്റെ ഓഫീസിലുള്ളവരെ മോഹനേട്ടനെ സഹായിക്കണം. കഴിഞ്ഞുപോയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. സാധാരണ വക്കീലിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാനോ? അതെ. എന്റെ വ്യവസ്ഥകൾ നീ അംഗീകരിച്ചാൽ സാധാരണ വക്കീലിന്റെ കാര്യം ഞാനൊന്ന് ആലോചിക്കാം. എന്താ വ്യവസ്ഥ? വിശ്വംഭരൻ സാർ വരുമ്പോ നീ എന്തൊക്കെയോ പറയുന്ന നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, അതെന്താണ്? ചുമ്മാ പറഞ്ഞതല്ലേ. എന്റെ മോഹനേട്ടർ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ആരോടെങ്കിലും പറയുവോ? പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? നീ പറയൂ, എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ അങ്ങനെ പറയൂല. സത്യമായിട്ട് ഞാൻ മോഹനേട്ടനെ പറ്റി ഒന്നും പറയൂല. ആ, സത്യം ചെയ്തല്ലോ, പിന്നെന്താ? എന്താ? മോശപ്പെട്ട കാര്യങ്ങൾ പറയാതിരുന്നാൽ മാത്രം പോരാ, നല്ല കാര്യങ്ങൾ പറയുകയും വേണം. പറയാം. എന്തൊക്കെ പറയും? എന്തുകൊണ്ടാലും പറയാം. ഞാനൊരു മഹാനാണ് എന്ന് പറയണം. ഓ, പറയാം. ഞാനൊരു സത്യസന്ധനാണ് എന്നും പറയണം. അതങ്ങനെ ആണല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എബ്രഹാം ലിങ്കനെയും തോമസ് ആൽവ എഡിസനെയും പോലെ ഒരു കഠിനാധ്വാനിയാണ് എന്നും കൂടി പറയണം. അങ്ങനെ പറയണോ? പറയാം പറയാം പറയാം. എന്നെ ഭർത്താവായി കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നും പറയണം. അതൊരു വെറും ഭാഗ്യമല്ലല്ലോ, 1.5 ഭാഗ്യമല്ലേ. അത് ഞാൻ പറയാം പറയാം പറയാം. വിശ്വംഭരൻ സാറായിരിക്കും. സാറിനോട് നീ സംസാരിക്കുന്ന പോലെ ഇരിക്കും സദാനന്ദ വക്കീലിന്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന്റെ ഭാവി. ഞാൻ സംസാരിച്ചോളാം. മോഹനേട്ട പറയുന്നവരെല്ലാം സംസാരിച്ചോളാം. പോരെ? നമസ്കാരം സർ. എന്തൊക്കെയുണ്ട് സത്യഭാമ വിശേഷങ്ങൾ? സുഖമല്ലേ? ഓ, സുഖമായിരിക്കുന്നു സർ. സരസ്വതി ചേച്ചി എന്ത് പറയുന്നു? അവൾക്ക് രാവിലെ ചെറിയൊരു തലവേദന. ഓ, അല്ലെങ്കിൽ എന്റെ കൂടെ വരേണ്ടതാ. ആഹാ. ഞങ്ങളുടെ ഒരു ബന്ധുവീടുണ്ട് ഇവിടെ അടുത്ത്. ആണോ? പുള്ളിക്കാരെ സുഖമില്ലാ കിടപ്പില്ല. ഓ, ഒന്ന് വന്ന് കാണണമെന്ന് കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നു. സമയം കിട്ടണ്ടേ? ഇന്നും സമയം കിട്ടിയിട്ടല്ല കേട്ടോ. ആഹാ.
എന്നാലും പോന്നു. ഓ ആ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോഴാ മോഹനകൃഷ്ണനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് ഓർത്തത്. എങ്കിൽ പിന്നെ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ആളെവിടെ? മോഹനേട്ടൻ അകത്തുണ്ട്. എന്തോ ആഫീസുകാരൻ ചെയ്തോണ്ടിരിക്കുക. സാറിന് അറിയാലോ മോഹനേട്ടന്റെ ഒരു സ്വഭാവം, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. അതിപ്പോ ആഫീസിലായാലും വീട്ടിലായാലും. അത് പിന്നെ എനിക്ക് അറിയരുതോ? ഞാൻ പരിചയപ്പെട്ട കാലം മുതൽക്ക് ശ്രദ്ധിക്കുക മോഹനകൃഷ്ണനെ. ജോലിയോട് ഇത്രയും ആത്മാർത്ഥതയുള്ള വേറെ അധികം പേരെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. സാറ് മോഹനേട്ടനെ ജോലി കിട്ടിയതിന് ശേഷമല്ലേ കാണാൻ തുടങ്ങിയത്? അതിനു മുന്നേ ആയിരുന്നു മോഹനേട്ടന്റെ ശരിക്കുള്ള കഷ്ടപ്പാട്. സത്യം പറഞ്ഞ കഠിനാധ്വാനം കൊണ്ട് മാത്രമാ മോഹനേട്ടൻ ഇവിടം വരെ എത്തിയത്. ചെറുപ്പത്തിൽ മോഹനേട്ടന്റെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു സാർ. സത്യം പറഞ്ഞ നാട്ടുകാർ പിരിവിട്ട് സംഘടിപ്പിച്ച കാശുകൊണ്ട് എന്റെ മോഹനേട്ടന്റെ സ്കൂളിൽ പോയത്. പാവം എന്റെ മോഹനേട്ടൻ. കോളേജിൽ ചെന്നപ്പോഴും കഷ്ടപ്പാട് തന്നെ കഷ്ടപ്പാട്. സാറിനറിയാമോ, കോളേജിൽ പോകുന്ന കാലത്ത് എന്റെ മോഹനേട്ടൻ കൂലിപ്പണിക്ക് പോകുമായിരുന്നു. സത്യം? സത്യം. അയ്യോ, കൈവിട്ടുപോയി. മോഹനേട്ടന്റെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്റെ മോഹനേട്ടൻ വഴിവിളക്കിന്റെ ചോട്ടിൽ പോയിരുന്ന രാത്രി പഠിച്ചോണ്ടിരുന്നത്. എബ്രഹാം ലിങ്കൻ ഇങ്ങോട്ട് കയറി വന്ന കഠിനാധ്വാനിയല്ലേ? കഠിനാധ്വാനികൾ പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. രാത്രിയാകുമ്പോ വഴിവിളക്കിന്റെ ചോട്ടിൽ പോയിരുന്ന് പഠിക്കും. എബ്രഹാം ലിങ്കനോ? അയ്യോ, സാറിന് വേറൊരു കാര്യം അറിയാമോ? മതി. സ്കൂളിൽ പഠിച്ച കാലത്ത് മോഹനേട്ടന് ബുദ്ധിയില്ലാന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് സാർ. വന്നു. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ച മോഹനേട്ടൻ ഇത്രയും വലിയ ആളായത്. ഇതിപ്പോ എഡിസണും എബ്രഹാം ലിങ്കനോട് ചേർത്ത് വെച്ചു. വേറെ ഉണ്ട് സാർ ഒരുപാട് കാര്യങ്ങള്. അതൊക്കെ ഞാൻ വിസ്തരിച്ച് സാറിനോട് പറഞ്ഞുതരാട്ടോ. എത്തിയായിരുന്നോ? എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? നമുക്ക് അകത്തേക്കിരിക്കാം. അല്ല, ഭാമ തന്റെ പഴയ കാര്യങ്ങൾ സംസാരിക്കായിരുന്നു. കേട്ടിട്ട് എനിക്ക് വിശ്വാസം വന്നില്ല. അതൊക്കെ വെറുതെ പറയുന്ന സാർ. നമുക്ക് അകത്തേക്കിരിക്കാം. വരൂ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാൽ നാണം കിടത്തുന്നു. ഇതെങ്ങനെയാ മോഹനേട്ടൻ നാണക്കേടാവുന്നത്? എബ്രഹാം ലിങ്കനും തോമസ് ആൽവ എഡിസണും ചെയ്ത കാര്യങ്ങൾ മോഹനേട്ടൻ ചെയ്തു എന്ന് പറയുന്നത് ഒരു അഭിമാനമല്ലേ? അല്ലേ? മോഹനേട്ടനെ പോഴ്ത്തി പറയണമെന്ന് പറഞ്ഞപ്പോ ഞാനത് അനുസരിച്ചു എന്നല്ലേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടെ പോഴ്ത്താം. മഹാന്മാര് ഇനി എത്ര പേരുണ്ട്? ഇനി എനിക്ക് മോഹനേട്ടനെ പോഴ്ത്തി മതിയായില്ല. ഞാൻ കുറച്ചുകൂടെ പോഴ്ത്തിട്ട് വരാം. അപ്പൊ സദാനന്ദൻ സാറിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വീട്ടിലല്ല. അതാണ് കാര്യം. കഠിനാധ്വാനിയായ മോഹനകൃഷ്ണൻ അതേപ്പറ്റി അഭിമാനത്തോടെ പറയുന്നത് ഒരു തെറ്റല്ല. എങ്കിലും ചില നേരത്തെ പറച്ചിൽ കുറച്ചേറി പോകുന്നതാണ് പ്രശ്നം. സാരമില്ല, എല്ലാ കാര്യങ്ങളും ശുഭമായി തീർന്ന നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.